ചില ചാടുന്ന ഡോഗിന് നമ്മൾ ഡബിൾ ജമ്പ്, ട്രിപ്പിൾ ജമ്പ് അങ്ങനെ ഓരോ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില ഡോഗാണെന്നുണ്ടെങ്കിൽ താഴെ കൂടെ തന്നെ വലിച്ചുകൊണ്ട് പോകും, അതായത് ഈ ചാടാതെ. അങ്ങനെ ചാടാതെ വലിച്ചുകൊണ്ട് പോകുന്ന ഡോഗ്സിന് നമ്മൾ യൂ ടേൺ അടിക്കുന്ന ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. അതായത് നോ പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടക്കുക, അയാൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക. ചില ഡോഗ് ഇതേപോലെ കാല് പൊക്കി, ഫ്രണ്ട് കാല് പൊക്കി ചാടിയായിരിക്കും പോകുന്നത്. ചാടി പോകുന്ന ഡോഗ്സിന് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറയുന്നത് അയാൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ വട്ടം നമ്മൾ ചാടിപ്പിച്ച് മടുപ്പിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇപ്പം ഇയാൾക്കതൊന്നും ചെയ്യേണ്ടതായിട്ട് നമുക്ക് തോന്നിയില്ല. ഇവിടെ ചെയ്തതെന്ന് പറയുന്നത് അയാൾ ജസ്റ്റ് ജമ്പ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റിൽ നമ്മൾ പിടിച്ച് ബാക്കിലോട്ട് നിർത്തും. ഓക്കെ, അയാൾ താഴെ നിൽക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും. അയാൾ രണ്ട് കാല് താഴെ ഉറപ്പിക്കുമ്പോൾ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്ന പോയിന്റിലോട്ട് പതുക്കെ എത്തുന്നുള്ളൂ. ഇത്രയും നേരം അടങ്ങി നിന്നത് കൊണ്ടിട്ട് അവിടെ അടങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയും, ഇവിടെ ട്രീറ്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് അല്ല, ആ കുട്ടികളുടെ ടച്ചാണ്. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന മൊമെന്റിലേ കൊടുക്കത്തുള്ളൂ.